അത്തം ദിനത്തിൽ തൃപ്പൂണിത്തുറയിൽ ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. സംസ്ഥാനത്ത് ഇതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീറാണ് വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയ്ക്കിടയിലാണ് ഞങ്ങളിപ്പോൾ. നിരവധി കലാരൂപങ്ങളാണ് ഘോഷയാത്രയോടനുബന്ധിച്ച് നമ്മോടൊപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങമ്പുഴയുടെ വാഴക്കുല, അതുപോലെ വയലൻസ് അഗൈൻസ്റ്റ് ഡോക്ടേഴ്സ്, ഇങ്ങനെ നിരവധി മെസ്സേജുകൾ നൽകുന്ന പ്ലോട്ടുകൾക്കൊപ്പമാണ് ഘോഷയാത്ര അണിനിരക്കുന്നത്. നിരവധി കലാരൂപങ്ങൾ, 59ഓളം കലാരൂപങ്ങൾ, തെയ്യം, മുടിയാട്ടം തുടങ്ങി അമ്മൻകുടം നൃത്യങ്ങളൊക്കെ ഉള്ള ഒക്കെയുള്ള അനേകം കലാരൂപങ്ങൾ ഒക്കെ അണിനിരുന്നുള്ള ഘോഷയാത്ര. രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഏകദേശം 10 മണിയോടുകൂടിയാണ് ഘോഷയാത്രകളൊക്കെ ആരംഭിച്ചത്. ഇത് ഈ നഗരത്തെ ചുറ്റി ഒരു 2 മണിയോടുകൂടിയാണ് ഇതൊക്കെ അവസാനിക്കുക. വളരെ ജനനിബിഡമാണ് ഘോഷയാത്ര കാണാൻ. ഈ നാടും നഗരവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിന്റെ തുടക്കത്തിലാണ്. അത്തം ദിനമാണ്. അത്തത്തിന്റെ ഭാഗമായി അത്തച്ചമയം, ഓണത്തിന്റെ ഭാഗമായി അത്തച്ചമയത്തോടുകൂടി കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിലെ ഓണാഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ആർപ്പുവിളികളോടെ ആളുകൾ അത്തച്ചമയ ഘോഷയാത്രയെ വരവേൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇന്നു മുതൽ 10 നാൾ മലയാളി പൂർണ്ണമായും ഓണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിൽ പോലും കേരളീയ സംസ്കാരത്തിന്റെ ഒരു ചെറിയ ഏട് എന്നുള്ള നിലയിൽ ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. എല്ലാവരും ഓണത്തെ വരവേൽക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 29 പ്ലോട്ടോളം നമ്മളിപ്പോൾ കണ്ടു. നിരവധി വിവിധ മെസ്സേജുകൾ, സമൂഹത്തെ ഉദ്ധരിക്കുന്ന നിരവധി മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന നിരവധി പ്ലോട്ടുകൾ, വിവിധ കലാരൂപങ്ങൾ, 59ഓളം കലാരൂപങ്ങൾ എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു കാഴ്ചയാണ് തൃപ്പൂണിത്തുറയിലെ നഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ പ്ലോട്ടുകളെല്ലാം അണിനിരക്കുന്നത്.